നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാജ്യം മുഴുവൻ വന്ദേ മാതരത്തെ ചൊല്ലിയുള്ള പല തർക്കങ്ങളും നടക്കുന്നു. ദേശീയ ഗാനത്തെ പോലെ തന്നെ ദേശീയ ഗീതത്തെയും തുല്യ പദവി നൽകാനും വന്ദേ മാതരം മുഴുവൻ വരികളും ചൊല്ലണമെന്നും വന്ദേ മാതരം ചൊല്ലുന്നത് തടസ്സപ്പെടുത്തുന്നത് കുറ്റകരമാണ് എന്നതുമൊക്കെയുള്ള നിയമ ഭേദഗതി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വച്ച് BJP സർക്കാർ പാസാക്കിയിരുന്നു. അതേ തുടർന്നാണ് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ വരികളും പാടാനാകില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നിലപാടെടുത്തത്. അതായത് ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന 2 ചരണങ്ങൾ മാത്രമേ പാടാൻ കഴിയുകയുള്ളൂ. പിന്നീട് അങ്ങോട്ടുള്ള വരികൾ ഹിന്ദു ദേവീദേവന്മാരെ പുകഴ്ത്തി പറയുന്നതാണ്. അതായത് ദുർഗയും അതുപോലെ തന്നെ സരസ്വതിയും അതോടൊപ്പം ലക്ഷ്മിയെയും പോലെയാണ് ഭാരതാംബയും എന്ന രീതിയിൽ അർത്ഥം വരുന്ന വരികളാണുള്ളത്. യഥാർത്ഥത്തിൽ ഭാരതം ഒരു ബഹുസ്വര സമൂഹമാണ്. അവിടെ ഒരു മതസ്ഥർ മാത്രമല്ല, ഒട്ടനവധി മതവിഭാഗങ്ങൾ വസിക്കുന്നു. മുസ്ലിങ്ങളെപ്പോലെയുള്ള മതവിശ്വാസമുള്ളവർക്ക് മറ്റ് ദൈവങ്ങളെ ആരാധിക്കാൻ സാധ്യമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ രാജ്യത്ത് വന്ദേ മാതരം മുഴുവൻ വരികളും ആലപിക്കാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. എന്നാൽ BJP പറയുന്നത് ചരിത്രത്തിൽ വന്ദേ മാതരത്തിന് വലിയ സ്ഥാനമാണുള്ളത്. വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷം നടക്കുന്ന സമയമാണ്. ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ദേശീയ ഗീതവും ആദരിക്കപ്പെടണം. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ ആളിക്കത്തിച്ച സാഹിത്യ സൃഷ്ടിയാണ് വന്ദേ മാതരം. അതിൽ മതം കലർത്തേണ്ടതില്ല. എല്ലാ മതവിഭാഗങ്ങളും ഇത് ദേശഭക്തി ഗാനമായി കാണണമെന്നും മുഴുവൻ ബഹുമാനവും ആ വന്ദേ മാതരത്തിന് നൽകണമെന്നും ജനഗണമനയെ പോലെ തന്നെ വന്ദേ മാതരവും ഇനി നമ്മുടെ ദേശീയ ഗീതമായിരിക്കുമെന്നും ജനഗണമനയെ പോലെ തുല്യ പ്രാധാന്യം വന്ദേ മാതരത്തിന് നൽകണമെന്നുമാണ് BJPയുടെ നിലപാട്. അവർ അതനുസരിച്ച് നിയമനിർമ്മാണം നടത്തി പാർലമെന്റ് അത് പാസാക്കി. പാർലമെന്റിൽ വലിയ പ്രതിപക്ഷ ബഹളം നടക്കുമ്പോഴാണ് ഇത്തരം നിർണായകമായ പല ബില്ലുകളും ഭരണപക്ഷം പാസാക്കിയെടുത്തത്. ഒരു ചർച്ചയും ഉണ്ടായില്ല. അതായത് പ്രതിപക്ഷാംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചില്ല. അതിന് കാരണക്കാർ പ്രതിപക്ഷം തന്നെയാണ്. കാരണം ഈ മഴക്കാല സമ്മേളനം, വർഷകാല സമ്മേളനം മുഴുവനായും തടസ്സപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനാണ്. ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഭരണപക്ഷത്തെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. ആ ആക്രമണം നല്ലതാണ്. പക്ഷേ ചർച്ചകളിലൂടെ മാത്രമാകണം അത്തരം ആക്രമണങ്ങൾ, അല്ലാതെ സഭ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആകരുത്. കഴിഞ്ഞ കുറേ നാളായി കോടിക്കണക്കിന് രൂപ ചെലവാക്കി നടക്കുന്ന പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ വലിയ തടസ്സങ്ങൾ സൃഷ്ടിച്ചു വരികയായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും. അതിനിടയിലാണ് വന്ദേ മാതരം അടക്കമുള്ള ബില്ലുകൾ സർക്കാർ പാസാക്കിയെടുത്തത്. ആ ബില്ലിനെതിരെയുള്ള പ്രതിഷേധം എന്ന നിലയിലാണ് വന്ദേ മാതരം മുഴുവൻ പാടാൻ കഴിയില്ലെന്നും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ നിന്ന് വന്ദേ മാതരം ഒഴിവാക്കുമെന്നുമൊക്കെയുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത്. കോൺഗ്രസ് ഭരിക്കുന്ന കേരളത്തിൽ വന്ദേ മാതരം ഒരു ഔദ്യോഗിക പരിപാടിയായിട്ട് പോലും സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായില്ല. ഇതിനെതിരെ BJP ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. വന്ദേ മാതരം മുഴുവനും പാടുന്നതിനെതിരെ അതിശക്തമായ നിലപാടാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഏതാനും ചില കോൺഗ്രസ്സുകാർ സ്വീകരിച്ചു പോന്നിരുന്നത്. എന്നാൽ വന്ദേ മാതരത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന വിഭാഗവും കോൺഗ്രസിനകത്തുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് വന്ദേ മാതരം മുഴുവനും പാടുന്നതിന് എതിരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴും കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവനും പാടിയത് ആശ്ചര്യമായി. എന്തായാലും ഇങ്ങനെ ഒരു നിലപാടെടുത്തതിന് ശേഷം AICC ആസ്ഥാനത്ത് വന്ദേ മാതരം മുഴുവൻ വരികളും ആലപിച്ചത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഘടകങ്ങളെ അടക്കം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ മുഴുവൻ വരികളും വായിക്കുന്നതിനെ സോണിയാഗാന്ധി തടസ്സപ്പെടുത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. സത്യത്തിൽ സോണിയാഗാന്ധി വന്ദേ മാതരം ആലപിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിൽ ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കുന്നത് കാണാം. അത് നിർത്താൻ ആവശ്യപ്പെടുന്നത് കാണാം. എന്തായാലും സോണിയാഗാന്ധി അതിൽ ഒട്ടും തൃപ്തയായിരുന്നില്ല. വന്ദേ മാതരം എന്തിന് നമ്മുടെ പരിപാടികളിൽ ആലപിക്കണം എന്നായിരുന്നു സോണിയാഗാന്ധിയുടെ ചോദ്യം. അത് പല പ്രവർത്തകരുടെയും ആ സമയം വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. BJPയുടെ അഭിപ്രായത്തിൽ സോണിയാഗാന്ധി ഒരു വിദേശി നേതാവാണ്. അങ്ങനെയുള്ള നേതാവ് വന്ദേ മാതരം പാടുന്നതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് വീഡിയോ സഹിതമാണ് BJP നേതാക്കൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം പോലെയുള്ള ഗാനങ്ങൾ ആലപിക്കാതെ പിന്നെന്താലപിക്കാനാണ് കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ സമയത്ത് പാസാക്കിയ ബില്ലനുസരിച്ച് വന്ദേ മാതരം
പാടുന്നത് തടസ്സപ്പെടുത്തിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഇവിടെ സോണിയാഗാന്ധി എല്ലാവരുടെയും മുന്നിൽ വന്ദേമാതരം ആലപിക്കുന്നത് തടഞ്ഞിരിക്കുന്നു. അത് വലിയ വിഷയമാക്കുകയാണ് BJP. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അല്പസമയം മുമ്പ് നടന്ന റാലിയിൽ സോണിയാഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. സത്യത്തിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഒന്ന് പ്രതിരോധത്തിലായിരുന്നു BJP. കാരണം CJPയുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം പിന്നീട് വിജയിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്നു. സർക്കാരിന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വരുന്നു. സമരം അക്രമാസക്തമാകുന്നു. സമരത്തിനെ അടിച്ചമർത്തിയ രീതിയിൽ വലിയ വിമർശനങ്ങൾ വരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു കോൺഗ്രസ് വേണ്ടത്. പക്ഷേ BJPയുടെ തന്ത്രം അതിൽ നിന്നും എങ്ങനെയും ശ്രദ്ധ മാറ്റുക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ സ്വാതന്ത്ര്യദിനത്തിന് മുമ്പ് വന്ദേമാതരം നിർബന്ധിതമാക്കിക്കൊണ്ടുള്ള ബില്ല് പാസാക്കി. തൊട്ടു പിന്നാലെ ചെങ്കോട്ടയിൽ ആദ്യമായി സ്വാതന്ത്ര്യദിനത്തിൽ വന്ദേമാതരം മുഴുവനും ആലപിച്ചു. ഈ തന്ത്രങ്ങളെ പൊളിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. വന്ദേമാതരം ആരുമറിയാതെ എല്ലാ വരികളും പാടിക്കൊണ്ട് BJP ഇതിന്മേൽ കയറിപ്പിടിക്കുന്നത് തടയാൻ കോൺഗ്രസിലെ ചില ആളുകൾ ലക്ഷ്യമിട്ടിരുന്നു. അതൊരു ബുദ്ധിപരമായ നീക്കമാണ് എന്ന് തന്നെ വിചാരിക്കണം. പക്ഷേ ഈ നീക്കങ്ങളൊന്നും സോണിയ അറിഞ്ഞതല്ല. സോണിയയ്ക്ക് വന്ദേമാതരം പാടില്ല എന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ വന്ദേമാതരം ആലപിക്കില്ല എന്ന വിവരമാണ് ലഭിച്ചത്. പക്ഷേ സോണിയയുടെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് വന്ദേമാതരം ആലപിക്കപ്പെട്ടു. 2 ചരണം മാത്രമല്ല, മുഴുവനായും ആലപിക്കപ്പെട്ടു. ഇത് വലിയ പ്രശ്നമുണ്ടാക്കി. ഇപ്പോൾ ഇത് വലിയ പ്രത്യയശാസ്ത്ര പ്രശ്നമായി മാറുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ തന്ത്രം വിജയിച്ചു. ഇപ്പോൾ ഈ തലസ്ഥാനത്ത് നടന്ന വിദ്യാർത്ഥി സമരം, പോലീസ് വെടിവെപ്പ്, അതിൽ നാണം കെട്ട് നിൽക്കുകയായിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് അടക്കം പിടിച്ചു കയറാൻ ഒരു പിടിവള്ളിയായി. ഇപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യ മുഴുവൻ സോണിയാഗാന്ധിക്കെതിരെ ഇപ്പോൾ വലിയ വിമർശനം ഉയർത്തുന്നുണ്ട്. വന്ദേമാതരം ആലപിക്കുന്നതിനെ എന്തുകൊണ്ട് തടഞ്ഞു? കേരളത്തിൽ സോണിയാഗാന്ധിക്ക് വലിയ കയ്യടി കിട്ടുന്നുണ്ടാകാം. പക്ഷേ കോൺഗ്രസിന് ഇത് നഷ്ടക്കച്ചവടമാകും. ഉത്തരേന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി ഇത്തരത്തിൽ വന്ദേമാതരത്തെ അപമാനിച്ചത്, തടയാൻ ശ്രമിച്ചത്? സോണിയാഗാന്ധി വന്ദേമാതരത്തിൻ്റെ 2ാം ഘട്ടം, അതായത് 2ാമത്തെ ചരണം വായിക്കുന്നതിന് മുമ്പാണ് ഇത് തടസ്സപ്പെടുത്തിയത്, അല്ലെങ്കിൽ അത് വായിക്കുന്നത് കൊണ്ടാണ് ഇത് തടസ്സപ്പെടുത്തിയത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. വന്ദേമാതരം വായിച്ച് അല്ലെങ്കിൽ ആലപിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ സോണിയാഗാന്ധി പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും വന്ദേമാതരത്തെ ഉപയോഗിച്ച് വിവാദം സൃഷ്ടിക്കാനുള്ള BJPയുടെ തന്ത്രത്തിൽ സോണിയാഗാന്ധി കയറിപ്പിടിച്ചിരിക്കുന്നു. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് അതിന്മേൽ അറിവുണ്ടായിരിക്കണം. എങ്ങനെയും വിവാദമുണ്ടാക്കാനായി അദ്ദേഹം മുഴുവൻ വന്ദേമാതരവും പാടി ഒഴിയാനാണ് ശ്രമിച്ചത് എന്ന് വേണം കരുതാൻ. സംഘാടകർ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. പക്ഷേ ഇത് സോണിയാഗാന്ധി ഒന്നും അറിഞ്ഞില്ല. അവർ നേരത്തെ തന്നെ ഇടപെട്ട് വന്ദേമാതരം നിർത്താൻ ആവശ്യപ്പെടുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്യുന്നു. എന്തായാലും വന്ദേമാതരത്തെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ അടിച്ചൊതുക്കാനും അവിടെ ഒരു രാഷ്ട്രീയ നേട്ടം കൈവരിക്കാനും ഇതുവരെ ഇന്ദ്രപ്രസ്ഥത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ നിന്നും ചർച്ച തിരിക്കാനുമുള്ള BJPയുടെ തന്ത്രം തൽക്കാലം വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും.